ഹായ് ഫ്രണ്ട്സ്, വീഡിയോ കുറച്ച് വരാൻ ലേറ്റായി. ഇത് നമ്മുടെ ജനുവരി 5-ാം തീയതി രാവിലെ ആമിക്കുട്ടൻ ആച്ചുവിന് ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ആച്ചുവിന് അച്ഛനും അമ്മയുടെയും ഗിഫ്റ്റൊക്കെ രാത്രി 12 മണിക്ക് വിളിച്ചുണർത്തി കൊടുത്തു. അതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു. പക്ഷേ ഫോണിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണോ എന്തോ വീഡിയോ കാണുന്നില്ല. ഇതിപ്പോൾ ആമി ആച്ചുവിന് കൊടുത്തേക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് കാണാം നമുക്ക്. അത് അവൾ ഏറ്റവും ആഗ്രഹിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഒരു ചെരുപ്പാണ്. അപ്പോൾ ആമിക്ക് ഗിഫ്റ്റ് കൊടുക്കണം ചേച്ചിക്കെന്ന് പറഞ്ഞിട്ടാണ് ഇത്. ആമിക്കുട്ടൻ ഈ സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അച്ചു സ്കൂളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഇതാണ് കാണുന്നത്. ഇവരുടെ ബർത്ത്ഡേ ജനുവരി 5-ഉം 6-ഉം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കാനും എന്നും ഒരു ഓർമ്മ പുതുക്കാനുള്ള നിമിഷങ്ങളാണ് കേട്ടോ. ആമി ആച്ചുവിന് ഗിഫ്റ്റ് കൊടുക്കണം, ആച്ചുവിന് ആമിക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. ആച്ചുവിന് നമ്മൾ 11 ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട 11 സാധനങ്ങൾ 11ാമത്തെ ബർത്ത്ഡേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ആച്ചു ഇട്ടേക്കുന്ന ഡ്രസ്സ് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. അവൾക്ക് ഇത്തരത്തിലുള്ള ഡ്രസ്സുകളൊന്നും അവൾക്ക് ഇഷ്ടമല്ല. പക്ഷേ ഞങ്ങൾ നിർബന്ധിച്ചാണ് ആ ഡ്രസ്സ് ഇട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആമിക്ക് ഇതേപോലൊരു ഡ്രസ്സ് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഈ ഡ്രസ്സല്ല ബർത്ത്ഡേക്ക് ഇടുന്നത്. പക്ഷേ അതുകൊണ്ട് ആച്ചു ആമിയുടെ ബർത്ത്ഡേയുടെ അന്ന് രാവിലെ ആച്ചു ആമിക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. 2 ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ട്. 5 ഗിഫ്റ്റാണ് ആമിക്ക് കൊടുത്തത്. ഒന്ന് ആച്ചുവിൻ്റെ ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുത്തത് അവൾക്ക് കുറച്ച് ഇതുപോലെ ഒരു ബോക്സിൽ തന്നെയാണ് കേട്ടോ ആച്ചുവിനും ആമിക്കും ഗിഫ്റ്റായിട്ട് കൊടുത്തത്. ഇതിപ്പം ഞങ്ങളുടെ ഗിഫ്റ്റായിട്ട് കൊടുത്ത ഒരു പാൻറ് ഉടുപ്പാണ് കേട്ടോ. അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ് പാൻറ് ഉടുപ്പ്. അതുകൊണ്ടാണ് പാൻറ് ഉടുപ്പ് മേടിച്ചത്. പിന്നെ ഒത്തിരി സാധനങ്ങൾ, അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ, ബോയ്, വള, മാലയൊക്കെ. പക്ഷെ നമ്മളെല്ലാം വാങ്ങിച്ച അത്രയൊന്നും ആ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാര്യം ആ ബോക്സിനകത്ത് വയ്ക്കത്തക്ക രീതിയിൽ സാധനങ്ങൾ നമ്മൾ കൊടുത്തു. അതുകൊണ്ട് ആച്ചു അതൊക്കെ സെറ്റാക്കുന്നുണ്ട്, തുറക്കുന്നുണ്ട്. അച്ഛനും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലൊക്കെ തന്നെ. ഈ വീഡിയോ എടുക്കാനായിട്ടാണ് കേട്ടോ ആ ഷർട്ട്, ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ടേക്കുന്നത്. ഇനി ഈ പാൻറ് ഉടുപ്പ് ഇട്ടുകൊണ്ട് വേണം സ്കൂളിൽ പോകാനായിട്ട്. അങ്ങനെ ഇതിലൊതുങ്ങിയില്ല കേട്ടോ. ഇനി ഒരുപാട് ഗിഫ്റ്റുകളാണ് അവരുടെ ബർത്ത്ഡേക്ക് കിട്ടിയത്. നമ്മളിവിടെ ട്യൂഷൻ പഠിക്കുന്ന തന്നെ ആമി അവൾ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഐഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ്. ഇവർക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷൻ നടത്തിയത് ജനുവരി 11-ാം തീയതിയാണ് കേട്ടോ. ജനുവരി 11-ാം തീയതിയാണ് നമ്മളവിടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഫംഗ്ഷൻ നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട നമ്മുടെ വീഡിയോസ് ഉടനെ വരുന്നതാണ്. ഇത് പക്ഷേ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് കരുതി. കാര്യം ഇവരുടെ ബർത്ത്ഡേയുടെ അന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ചെറിയ വീഡിയോ എടുത്തത്. 5-ഉം 6-ാം തീയതി രണ്ടുപേരുടെ. ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് പിടിച്ചേക്കുന്നത് കൃത്യമായിട്ട് കിട്ടിയില്ല കേട്ടോ. ഞാൻ അവർ എന്താണ് നോക്കുന്നതെന്നുള്ളത് കൊണ്ട് ഭയങ്കര സന്തോഷം കണ്ടോ. ഇത് കാണാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ആമി ഈ ഒരു 2 ബോക്സിലായിട്ടാണ് അതിരി എന്ന് പറയുന്ന ആമി ഗിഫ്റ്റ് കൊടുത്തത്. ഹാപ്പി ബർത്ത്ഡേ ആമിന്ന്, ഹാപ്പി ബർത്ത്ഡേ ആച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഗിഫ്റ്റ് കൊടുത്തത്. താങ്ക്സ് ആമി ആൻഡ് ഐഷ, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഈ ഗിഫ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ള വീഡിയോസൊക്കെ നമ്മളെ നഷ്ടപ്പെട്ടു പോയി. ബാക്കി വീഡിയോസ് വരും വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ ഓൾ.